ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ കണ്ടൻറ് ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇങ്ങനെയൊക്കെ ഇടാൻ കഴിയുന്നുള്ളൂ, ടൈം കിട്ടുന്നില്ല, അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിങ് പ്ലേ കളിക്കാൻ പോവാണ്. അപ്പോൾ ഒപ്പണൻ്റ് കിട്ടുന്നേ ഉള്ളൂ. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്തായാലും ഫോട്ടോയും കാണിച്ചു തരും. ഈ ഒരു ഫോർമേഷനും ഈ ഒരു ടീം വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 2 മാച്ച് കളിച്ച് നോക്കും, മറ്റു 2 അടിപൊളിയാണെങ്കിൽ 2 ഗെയിം പ്ലേ ഇടും. അപ്പോൾ എന്തായാലും വീഡിയോ ഇട്ടു. ഫസ്റ്റ് ഓപ്പോണൻ്റ് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഡിവിഷൻ 1 ആണ് ഗൈസ്, ലോൺ വോൾഫ്. ഓക്കെ, അപ്പം ഫസ്റ്റ് മാച്ച് തന്നെ ഡിവിഷൻ 1 കിട്ടിയിട്ടില്ല. ഞാൻ വിങ് പ്ലേ കളിച്ചിട്ട് കുറേ ആയി. അപ്പം ഇങ്ങനെയാണ് ഫോർമേഷൻ ഞാൻ വെച്ചിട്ടുള്ളത്, 4-2-1-3. എൻ്റെ മോനെ, ഇതിനെ പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിങ് പ്ലേയിൽ പവർ ഉണ്ടെന്ന് പറയാൻ കഴിയും ഗൈസ്. കിടിലൻ ഫോർമേഷനാണ്, അതിൽ കിടിലൻ കാർഡും 2 വിങ് പ്ലേ തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ചാനലൊക്കെ ചെറുതായിട്ട് മാറ്റണം എന്നുണ്ട്. ഇപ്പം നല്ല എന്താ പറയുക, ചാനലിനെ കൊണ്ട് എനിക്ക് വലിയ കാര്യം ഉണ്ടാകുന്നില്ല സത്യം പറഞ്ഞാൽ. ഇത് ഇടുന്നതല്ലാണ്ട് നിങ്ങൾ ആരും ഒരു സപ്പോർട്ടൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ചാനലിലേക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും മാറ്റാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഗെയിം അവസ്ഥ വേറെയാണ്, എനിക്ക് ഗെയിമൊക്കെ നല്ല മടുത്തിട്ടാണുള്ളത്, എന്നാലും കണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. പുതിയ ചാനലോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ ചാനലിന് ചെറിയ അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മുടെ മാച്ച് തുടങ്ങുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. നമുക്ക് നോക്കിലോട്ട് ഓടിയായിരുന്നെങ്കിൽ പിന്നെയും കാര്യം ഉണ്ടായിരുന്നു. മറഡോണ നൈസ്, ബെല്ലിംഗം ടേൺ, റാഫേലിയോ ഡബിൾ ടച്ച് ആൻഡ് ഫിനിഷിങ് ശരിയായില്ല. കുറച്ചുകൂടി നോക്കി കളിച്ചാൽ മതിയായിരുന്നു ഞാൻ അവിടെ. ഓക്കെ, റൊമി കിട്ടി. ടു ബെല്ലിംഗം, കമോൺ ബെല്ലിംഗം, പാസ്. എടാ, ഒരുമാതിരി വൃത്തിയായിട്ട പാസ്സാണല്ലോ അത്. എടാ, അത്യാവശ്യം നല്ല കളിയാണ്, നല്ല സ്കില്ലൊക്കെ ആക്കിയിട്ട് കളിക്കുന്നത്. നെയ്മർ, ഇതെന്തത് ഭയങ്കര പൊസിഷനാണല്ലോ ഗൈസ്. നെയ്മർ, ഓക്കെ നൈസ്. റിബറി, ഡിയോങ് നൈസായിട്ട് കയറുന്നുണ്ട്. ഇത് മിക്കവാറും ഒരു ഗോളാവാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് ബെല്ലിംഗം, ഫിനിഷ്, ഗോൾ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഗോളടിക്കാൻ ചാൻസ് ഉണ്ട്. സ്കോറും ചെയ്ത് സെലിബ്രേഷനൊക്കെ വേണം, പക്ഷെ നല്ല ഗോളാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ഗോളായതുകൊണ്ട് സെലിബ്രേഷൻ ഇടാൻ ബ്രോ. എന്തായാലും 66% പൊസിഷൻ, എനിക്ക് 34% ഉള്ളൂ. വെറും 34 പാസേ ഉള്ളൂ എൻ്റെ അടുത്ത്. ഓരോ പാസിലും ഓരോ പെർസെൻറ്റേജ് ഒന്നും കൂടിയ. കേസ് റോഡ്രി, കമോൺ ബെല്ലിംഗം, ടു നെയ്മർ എന്ന് പറയുന്നത്. റുമി, ഈസി ഫിനിഷ്. ഞാൻ വെച്ചത് എടുത്തു, എന്ത് ഭാഗ്യം ഗൈസ്. സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതിപ്പോൾ സ്ക്രിപ്റ്റഡ് മാച്ച് ആണെങ്കിൽ ഞാൻ ആ അടിക്കുന്ന ടൈം എനിക്ക് അടിക്കാൻ കഴിയില്ല, അത് 100% ഉറപ്പാണ്. നൈസ്. ഓക്കെ, റുമി റണ്ണ്, വേടാ പൊളിപ്പാസ്, അത്രേ ഉള്ളൂ ഗൈസ്. അവൻ്റെ ഗോളി ഒരു കാര്യമില്ല. എനിക്ക് തോന്നി ആ ഗോളൊന്നും പോലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ എന്നാലും ഗോൾ കീപ്പർ ഔട്ട് ഓഫ് റേഞ്ച് ആയതുകൊണ്ട് അടിച്ചു നോക്കിയാണ്. ഞാൻ സ്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ടാക്കിൾ വരും. അവിടെ എന്നാലും എന്ത് സ്പീഡാണ് അവൻ്റെ ഗോളിക്ക്, 99 സ്പീഡ്. അരോഹോ, എടാ മുസിയാല, ബെക്കം, ക്രോസ് ഇൻകമിങ് ആൻഡ് ഷുഡ് ബി എ ഗോൾ. ഗോളായില്ല, എന്തോ ഭാഗ്യമുണ്ട് ഗൈസ്. ഓക്കെ, നൈസ് പാസ്. 68 ആയി. എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇപ്പോഴേ നടക്കണം ഗൈസ്, അല്ലെങ്കിൽ അവൻ ലാസ്റ്റ് മിനിറ്റിൽ അവൻ അടിച്ചു കയറ്റും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കരയേണ്ടി വരും. പിന്നെ നൈസ് പാസ്, പക്ഷെ നമുക്ക് കിട്ടി. എടാ മണ്ടത്തരായി ഗൈസ്, മണ്ടൻ ഗൈസ്. അവനെന്തിനാ ലെഫ്റ്റിലേക്ക് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈയിടെ എൻ്റെ ഫുൾ പൊട്ടങ്കളിയല്ല കളിക്കുന്ന ടീം. ഇവൻ അവിടെയൊക്കെ കുറച്ച് സ്ലോ ആണ്, അതായത് സ്റ്റോപ്പിങ്ങിൽ, പാസിങ്ങിൽ. ഓ എടാ, ലാസ്റ്റ് മിനിറ്റിലൊക്കെ. കമോൺ ഗ്രീസ്മാൻ, ലൗട്ടേറോ, സല, നൈസ് പാസ്, പൊളി. ലൗട്ടേറോ ഉണ്ട്, ബെല്ലിംഗ്. ഓ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ കഴിയുന്നില്ല ഗൈസ്. ലൗട്ടാരോ, സോൺ ഹ്യൂമിൻ, ബാക്ക് ടു സോൺ,
നൈസ് പാസ് ടു ലൗട്ടറോ ഈസി ഫിനിഷ്. എടാ ഞാൻ ഗോൾ കയറിയില്ല എന്നാണ് വിചാരിച്ച്. പക്ഷെ എൻ്റെ മോനെ ഇത് ഭാഗ്യമാണ് ഗൈസ് അത്. കാരണം ഞാൻ അത് ഗോൾ കയറില്ല എന്ന് ഉറപ്പിച്ചതാണ്. അത് പോസ്റ്റിനെ ഇട്ടിട്ട് പുറത്തേക്ക് പോയി എനിക്ക് തീർന്ന്. ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഒരു കംബാക്കാണ് ഡിവിഷൻ 1-ൻ്റെ അപ്പുറം. ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെയല്ലോ ഗോൾ കയറി ഗൈസ്. അവന് നല്ലോണം കളിച്ചു. പക്ഷെ നമ്മൾ വി പ്ലേഡ് ബെറ്റർ. ഓക്കെ എന്തായാലും നമ്മൾ ഫസ്റ്റ് കളി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കളിയിലേക്ക്. ഓക്കെ അപ്പോൾ നമ്മളെ സെക്കൻഡ് ഓപ്പണൻറ്റ് ഡിവിഷൻ 2 ആണ്. പക്ഷെ എല്ലാവരും കത്തിക്കുന്നുണ്ട്. ഡിലൈറ്റിന് മാത്രമേ ഇടേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കത്തിക്കുവാണ് ഗൈസ്. ഓപ്പോണൻറ്റ് സ്കോഡ് നോക്കാം. ഇതെന്താണ് ഇത്? ഇത്രയാ 5-3 അല്ലേ? DMF ഇല്ല. 5 ബാക്ക് 5 ഫോർവേഡിൽ. കമോൺ ബില്ലിംഗം റുമി. ഓക്കെ വൈറ്റ് കാസമീറോ ഡബിൾ ടച്ച് ഗ്രീസ്മാൻ. ഓ എനിക്കന്ന് വെല്ലിംഗം ഗ്രീസ്മാൻ. ഓ വാട്ട് എ പാസ് ഫ്രം റുമി ഗൈസ്. കേൾ ഗ്രീസ്മാൻ. കേള് നടന്നില്ല. അതും തലക്ക്. ഗ്രീസ്മാൻ സല. എനിക്ക് നൈസ് ചാൻസ് അല്ലേ. ഒരു ഡബിൾ ടച്ചിട്ട് കേൾ ചെയ്താൽ പൊളിയായിരിക്കും അല്ലേ. ഓക്കെ ഇറ്റ്സ് സല. പാസ് ഇറ്റ്സ് റുമിനിക്. യെസ് ഞാൻ ഇത് കളിക്കുന്നതിന് മുമ്പ് മറ്റേ എൻ്റെ പണ്ടത്തെ ഗെയിം പ്ലേസ് ഒക്കെ കണ്ടു ഗൈസ്. പണ്ടത്തെ വിങ് പ്ലേ ഗെയിം പ്ലേ ഞാൻ അപ്ലോഡ് ചെയ്തതൊക്കെ ഇരുന്ന് വെറുതെ കണ്ടു നോക്കി. എടാ ഞാൻ ഇത് കളിയായിരുന്നടാ. എൻ്റെ പാസിങ് ഒന്നും ഞാൻ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലടാ. അങ്ങോട്ടേക്കാ ഞാൻ ഇടുവാന്ന്. ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്കല്ലടാ പാസ് ഇടുന്നേ. ബാക്ക് ആൻഡ് ബാക്ക് ടു സല. ലെറ്റ്സ് ഗോ. ഓക്കെ നൈസ്. ഞാൻ ഇവന് ഇത്ര സ്പീഡുള്ളൂ. ഐഷ് കമോൺ മാൻ. നല്ല ചാൻസ് ഒക്കെ മിസ്സാക്ക്. പൊളി. വൈറ്റ് ക്രോസ് ആൻഡ് ഇറ്റ്സ് റുമിനിക്. ഓക്കെ ഈസി ചാൻസ്. ഓ റീബൗണ്ട് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല കിട്ടൽ ചാൻസ് ഗൈസ്. അടിപൊളി ക്രോസറാ വൈറ്റിൻ്റെ. അതായത് 2 കളി ഞാൻ ജയിച്ചാൽ 2 കളി ഞാൻ എങ്ങനെയാലും പൊട്ടും. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ഞാൻ പൊട്ടും. ഓക്കെ ഗ്രീസ്മാൻ കമോൺ സല ഡബിൾ ടച്ച് പാസ് ഇറ്റ്സ് റുമി. എടാ എല്ലാവരും ഡബിൾ ടച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഞാൻ ഡബിൾ ടച്ച് ചെയ്ത് പാസ് ചെയ്ത്. അതും കിടിലമ്പത്ത് ത്രൂ ഗോൾ ഗൈസ്. പാസ് വേണ്ട. ഇങ്ങനെ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ സോണിയമ്മീൻ റുമി. സത്യം പറഞ്ഞാൽ ബ്ലിച്ചിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് വലിയ തോന്നുന്നില്ല. ഇതൊരു ഹൈലും കിടിലും കളി. അതാ റൺ നോക്കി. ഓക്കെ ഇതൊരു ബ്ലിച്ച് ചെയ്യാൻ തോന്നുന്നു. കുറേ കളി ചെയ്തിട്ട് വേണ്ട. റുമി ഫിനിഷ്. എടാ ഗ്രീസ്മാൻ ഗോളി എന്തെന്നടാ. സല കേൾ. ആടാ അതും സേവാ. അവിടെ ഒരു ലാഗ് വന്നടാ. എന്തോ ഒരു നെറ്റ് ഇഷ്യൂ പോലെ. എൻ്റെ ആണോ അവൻ്റെ ആണോ അറിയില്ല. എൻ്റെ ആവാനും ചാൻസ് ഉണ്ട്. എൻ്റെ ജിയോ ചതിക്കുന്നു ഗൈസ്. ഓക്കെ മെസ്സി. ഓ ഇതെന്തെന്നാ ഗൈസ്. ഇവരെന്തെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ എത്ര ഷൂട്ട് ചെയ്ത അപ്പുറത്ത്. അത് ഇതിനെക്കാട്ടി അടിപൊളി ഓപ്പർച്യൂണിറ്റി. ഇത് എന്താണെന്ന് എല്ലാം മാറിക്കൊടുക്കുക. എല്ലാവരും ഓടി നോക്കോ. അവൻ തന്നെ സ്കിപ്പ് ചെയ്തു. എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാണ്. ബെല്ലിംഗം കമോൺ. അത് എനിക്ക് സെലിബ്രേഷൻ ഒട്ട് നാറി. ഞാൻ അത്ര ഗോൾഡ് സെലിബ്രേഷൻ ഇട്ടില്ല. കമോൺ റുമി. ഓക്കെ റുമി ഫിനിഷ്. ഈസിയടാ. അത്രേ ഉള്ളൂ. പോ ഇങ്ങനെ പോയി അവിടെ നിന്ന് അങ്ങൊരു സെലിബ്രേഷൻ. അത്രേ ഉള്ളൂ. അതാണ് എനിക്കും വേണ്ടത്. കൊലപാതകം മറ്റു സ്പീക്ക് ഗൈസ്. സെലിബ്രേഷൻ ഇട്ട് അതും തീർന്നു. കറങ്ങുന്നുണ്ടല്ലോ ഗൈസ്. ഇത്രയും നേരം കുറച്ച് ടൈമായി പോസ് അടിച്ചിട്ട് കറങ്ങുന്നുണ്ട്. ഓക്കെ യുവോണാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സെക്കൻഡ് മാച്ചിൽ നമ്മൾ ജയിച്ചിട്ടുണ്ടായി. 1854 റേറ്റിംഗ്, 53% വിൻ റേറ്റ്. അത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ മൊത്തം ഇത് നോക്കിയാൽ ഡ്രോവും ലോസസും ഇങ്ങനെയാണുള്ളത്. ഇതാണ് അവസ്ഥ ഗൈസ്. ഇതാണ് ശരിക്കും എൻ്റെ അവസ്ഥ. ഇപ്പോൾ അറിയില്ല എന്താവുമെന്ന്. ഈ ഫേസും മുഞ്ചിയിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തായാലും. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഗൈസ്. അതായത് എനിക്ക് ഈ ഗെയിമൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ട്. പക്ഷെ മാറ്റിയാൽ എൻ്റെ യൂട്യൂബ് ഇവിടെ എത്തൂല. അത് വേറെ കാര്യം. വ്യൂസൊക്കെ ഇപ്പോൾ 3K ഇങ്ങനെ പോയി 200 300 ആവും. കാരണം അത്രയും ആൾക്കാർ എന്നെ കണ്ടിട്ട് വരുന്നുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഗെയിം പ്ലേ കണ്ട് പണ്ടേ വന്നവരാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അതാണ് കുഴപ്പം.
അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.